ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ എൻ്റെ ബൈക്ക് ഒരു കാര്യം കാണിക്കാനാണ്. അതുകൂടാതെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വില്ലനായിട്ടാണ്. നമ്മളിന്ന് കുറേ ആൾക്കാരെ കൊല്ലും, എന്നിട്ട് ജയിലിൽ പോവും. അവിടെ നമ്മൾ ജയിലിൽ രക്ഷപ്പെടും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അവിടെ ഒരു എനിമി, നമ്മുടെ എനിമി തീര ഇനി പോലീസ് വരും, നമ്മളെ പൊക്കിക്കൊണ്ട് പോകും. പാടോ പോലീസ് അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെ പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ വണ്ടിയുടെ ഇതെല്ലാം പോയി. ഇതാണ് നമ്മുടെ പഴയ വീട്. പക്ഷെ പോലീസിന്റെ വണ്ടിക്ക് ഒന്നും പറ്റത്തില്ല. പോലീസ് എങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. കൊണ്ടുപോകാൻ ഇതെങ്ങോട്ടെടുക്കുന്നു? പോലീസിന്റെ ഒരു പെണ്ണിനെ കൊല ചെയ്തു. നമ്മള് നടന്നു പോവാണ്. പോലീസ് നമ്മളെ ജയിലിനകത്ത് കൊണ്ടിടാൻ നോക്കുക. പോലീസ് എന്നത് കയറാം സാറേ. ഞാൻ കയറാന്ന് പറഞ്ഞില്ലേ സാറേ? ഞാൻ കയറാം. നമ്മളപ്പോ പോലീസ് ജയിലിൽ കൊണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാളെ കൊല്ലാന്. ഇതാകുമ്പോ പോലീസ് നമ്മളെ പിടിക്കത്തില്ല. ഒന്നുമില്ല സാറേ, ഞാനൊന്നും ചെയ്തില്ല സാറേ. ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ കണ്ണുപോലും ഇല്ല. കണ്ടോ സാറേ? സാറേ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. തോൻ കാർന്ന് പാടോ. ഞാൻ ഇവിടെ ഈ ഒരു അവസ്ഥ പറഞ്ഞു. മാറില്ല തന്നെ. നമ്മള് ഇവിടെ വിട്ടുപോയി. പോലീസ് നമ്മളെ പിടിച്ച് ജയിലിനകത്ത് കൊണ്ടിട്ട് ഇതൊടുക്കാനാണ്. വിട്ടുപോയല്ലോ. ഇവിടുന്ന് നമുക്ക് എത്ര ശ്രമിച്ചാലും പുറത്ത് കിടക്കാൻ പറ്റത്തില്ല പ്ലീസ്. ഇത് വിട്ടുപോയി. ഇവിടെ മഴയൊക്കെ നല്ല ഇടിഞ്ഞിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ഞാൻ സാറേ നമുക്കൂടെ ഇരിക്കുക. ഒന്ന് പറഞ്ഞിട്ട് സാറ് നമ്മളെ പിടിച്ചിട്ട് രാത്രിയായി. സമയം എത്രയായി നോക്കട്ടെ. സമയം എന്നിട്ട് കണ്ടിട്ട് രാത്രിയായി ഗൈസ്. നമുക്കിനി 10 വർഷം ഇങ്ങോട്ട് നിൽക്കണം. 10 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുകയും നമ്മൾ നമ്മുടെ വിനയത്തിന് ചെയ്തൊക്കെ ഈ ഇവിടെ
ഇതൊക്കെ നമുക്ക് സ്വാഭാവികം. നമ്മൾ വെച്ചിട്ട് മാറി ഈ ആൾക്കാർക്ക് മനസ്സിലാക്കാം. വെളിയിൽ ചെന്നിട്ട് പാപ്പിരയുടെ തുണിയിടാം, എന്നിട്ട് ഒരാളെ കൂടെ കൊല്ലണം. അല്ലേ വേണ്ട, പോലീസിന് വേണം പൊക്കിയാൽ എന്താ ഗൈസ്. അപ്പോൾ രാത്രിയായി, ഞാൻ വീണ്ടും കിടന്നുറങ്ങാൻ പോവാണ്. മാറണം അങ്ങോട്ട്, ഞാൻ കിടന്നുറങ്ങട്ടെ ഗൈസ്. നാളെ രാവിലെ എണ്ണീറ്റിട്ട് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവും. ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. ഇവിടെ പോലീസ് എല്ലാവരും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അടിപ്പിച്ച് ഇടിക്കുമല്ലോ. ഇവരൊന്നും നമ്മളെ ഇടിക്കുന്നുണ്ട്. സാറേ ബൈ സാറേ. എന്ത് ഇവിടെ ഒന്ന് വെളിയിൽ അവരെ നമ്മളെ കൊണ്ടുവരാൻ വന്നാൽ കൊള്ളാം, വെളിയിൽ ഇറക്കിയാൽ കൊള്ളാം. ഫൈനലി 10 വർഷം കഴിഞ്ഞ് കേസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്ക് ചവിടെ എന്താടാ നോക്കെന്താടാ ഞാൻ ആരെങ്കിലും വിട്ട് കൊന്നാലോ ഞാൻ കൊല്ലും സാറേ. സാറേ മാറിയേക്കും സാറേ അങ്ങോട്ട്. സാറ് വന്നേക്കുന്നു, എന്നെ പിടിക്കുമോ? എന്നെ കൊണ്ടുപോയാൽ മതി സാറേ. എന്നെ ഒന്ന് കൊണ്ടുപോകാമോ വെളിയിലോട്ട്? സാറേ ഒന്ന് കൊണ്ടുപോകാമോ? സാറ് നമ്മളെ ഇറക്കാൻ വന്നു ഗൈസ്. ഉറങ്ങാൻ ഇങ്ങോട്ട് ഇട്ടുണ്ട്. നമ്മൾ ഇവരെ കൊല്ലാം. ഒരു നേരം കൊണ്ട് വന്നു മനസ്സിലാക്കി പോളാതെ നിങ്ങളിങ്ങോട്ട് കയറത്തില്ലെന്നൊക്കെ നന്നായിട്ട് എനിക്കറിയാം. ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടോ. വന്നേക്കുന്ന കേൾ. നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റാം. എനിക്കിച്ചിരി കൂടുന്നു. തലമുടി മാറ്റി, കണ്ണാടി മാറ്റി, ഫുൾ സെറ്റപ്പ് ചേഞ്ച് ചെയ്ത് പോലീസിനെ ഒന്ന് കാണുകയും അയാൾ വന്നേക്കുന്ന വരും. നമ്മൾ വെടിനകത്തോടെ വെടിവെക്കുക വിളിക്കുന്നു. എന്തൊരു പട്ടുണ്ടായിരുന്നു. ഇവന്മാർ വന്നിട്ടാണ് പിടിക്കുന്നൊക്കെ. ഇതൊക്കെ വെറുതെ ഇവന്മാർ നമ്മളെ പിടിക്കത്തോലില്ല. എന്തോ കൈ ഉണ്ടോ കുറെ ഒന്നും വായി നോക്കി കിടക്കുന്നു. വടിയായി. താങ്കൾ വടിയായോ? വടിയായിട്ടിരുന്നു. നല്ലല്ല മാറ്റട്ടെ. അപ്പം നമുക്ക് ഇവിടുന്ന് എത്ര ഡേഞ്ചർ ആണെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാൽ പറ്റുമോ ഗൈസ്? ജയിലിനകത്തുനിന്ന് പുറത്തിറങ്ങും. അപ്പം ഞാൻ ഇറങ്ങും ഗൈസ്. നമ്മളാണെങ്കിൽ ഈ അവിടുന്ന് എസ്കേപ്പായിട്ട് ഈ ബൈക്കിൽ കയറി ഇനി പറപ്പിക്കണം. പോലീസ് ആരെങ്കിലും കൊണ്ട് സാരമില്ല, എന്നാൽ പോലീസാണല്ലേ ഏത് മണ്ണാങ്കട്ട ഉണ്ടായത് നമുക്കൊരു പ്രശ്നമില്ല. നമ്മളാണ് അന്നേരം ധൈര്യം കൊണ്ടിറങ്ങി വാടോ പോലീസ്. നമ്മൾ വീണ്ടും കറങ്ങി വന്നിരിക്കുന്നതാണ്. കുറേ ഡേഞ്ചറായിരുന്നു അവിടെ. കുറേ കറങ്ങി ഗൈസ്. നമ്മളിവിടെ നിന്ന് തുടങ്ങി. ഇവിടുന്ന് ഇവന്മാർ എന്നെ ഏതായാലും എന്നെ പിടിക്കുക. ഇവന്മാർ മേളി വരെ വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമുക്ക് ഈ മെക്കാറാമ്പിൻ്റെ മേളിൽ ചെന്ന് നിൽക്കാം ഗൈസ്. അതൊക്കെ ധൈര്യം കൊണ്ടാ കയറി പാടോ. ഇവിടെ ഇവന്മാരിനി എന്നെ പിടിക്കുന്നതിന് കൊണ്ടു വെടി വെക്കുന്നു. ചത്ത്
സ്പീഡ് പോ ടോപ്പ് സ്പീഡ് ഒരെണ്ണം പോലെ ഞാൻ എൻ്റെ ദേഹത്ത് വിളിക്കത്തില്ല. ഫുൾ സ്പീഡ്. ഇത് ഈ റാമിന്റെ മേളിൽ കൂടെ പറന്നു പോകും. അതും നല്ല മോശമായിരുന്നു. ഇവര് ഇതിനകത്ത് പക്ഷെ ഇത് അടച്ചിട്ടേക്കുക. എന്നാ ഗൈസ് പോലീസൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് ഇത് കുറേ നേരം ഓടിക്കണം, എന്നാലേ നമുക്ക് പോലീസ് പോലീസ് മാറിക്കണം അങ്ങോട്ട്. പോലീസ് വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് ബീച്ചിലോട്ട് പോകാം ഗൈസ്. ഇവിടെ ചെന്ന് വെള്ളത്തിൻ്റെ അടി പാത്തിരുന്ന ഏതായാലും ആരും കാണത്തില്ല. നമുക്ക് വെള്ളത്തിൻ്റെ അടി പോവാം. ഇവിടെ ഇരുന്ന നമ്മളെ പോലീസും കണ്ടുപിടിക്കത്ത, പോലീസിന്റെ അപ്പൂപ്പനും കണ്ടുപിടിക്കത്തില്ല ഗൈസ്. ഈ വെള്ളത്തിൽ നിന്ന് വെളിയിറങ്ങി കേറ്. ഇയാള് പോലീസ് ഇങ്ങോട്ട് വരുന്നൊക്കെ ഞാനെങ്ങനെ ഇതിന്റെ മണ്ടയ്ക്ക് എണീറ്റിന്ന്. ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ ഗൈസ് പോലീസൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ മിഷൻ ഫൈനലി കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് നേരെ ടോപ്പ് സ്പീഡിൽ പോകാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതിൻ്റെ കൂട്ടത്തിൽ കമൻറ്റും ചെയ്യാൻ ഒട്ടും മറക്കല്ലേ ഗൈസ്. ഇനി ഇതേപോലത്തെ വേറെ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ലൈക്കിൻ്റെ ഊഴം എത്ര വരെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു 1K ലൈക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ കുറേ വീഡിയോ ഇടും. സബ്സ്ക്രൈബ് ആണെങ്കിൽ നമുക്കൊരു 100 മതി. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ അങ്ങോട്ട് തുടങ്ങിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ ഇതും എനിക്ക് ഒത്തിരി സപ്പോർട്ട് വയ്ക്കും, ഓരോ സബ്സ്ക്രൈബും. അതുകൊണ്ട് പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.